വിവരദോഷികളായ ചില ആളുകൾ ജഹലത്തുൽ അവാമ് എന്നോ അല്ലെങ്കിൽ ഉലാത്തു സൂഫിയ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ചില ആളുകൾ, അവര് ചില ഔലിയാക്കന്മാരെ സ്വഹാബാക്കളെക്കാളും ഉയർന്ന സ്ഥാനം നൽകുന്നതായിട്ട് കാണാൻ കഴിയും. മുഹീദ്ദീൻ ഷെയ്ഖ്, ദിഫായി ഷെയ്ഖ് പോലുള്ളവരൊക്കെ അവര് ചില സഹാബാക്കളെക്കാളും ഉയർന്ന സ്ഥാനത്തുള്ളവരായിട്ടൊക്കെ പറയുന്നത് കാണാൻ കഴിയും. അത് പഴച്ച ആദർശമാണ്, വിശ്വാസമാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ടല്ലോ, ഇന്നമൻ സഹിബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വറആഹു മർറത്തൻ മിൻ ഉമ്മി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ട്, അങ്ങനെ സഹാബി എന്ന പേരിന് അർഹമായി കഴിഞ്ഞാൽ വഹസലത്ത് ലഹു മസിയ്യത്തു സുഹ്ബ എന്ന സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അഫ്ളലു മിൻ കുല്ലി മൻ യഅതി ബഅദു, ശേഷം വരാൻ പോകുന്ന സർവ്വരേക്കാളും ശ്രേഷ്ഠനാണ്. ഒരു വലിയ ഏത് മർത്തബയിലെത്തിയാലും ശരി, എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും ശരി, സഹാബത്തിന്റെ സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല. ഫഇന്ന ഫളീലത സുഹബത്തിലായ അദിലുഹ അമലു, സുഹബത്തിന്റെ ശ്രേഷ്ഠതയോട് ഒരു അമലും അതിനോട് തുല്യപ്പെടുത്താൻ കഴിയില്ല. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബിരാദുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാൻ കഴിയും. മുകളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നു, വഫീദാലിക അബിയനു ഷാഹിദുൻ അലാ അന്നഹും കാനൂ യഅതഖിദൂന അന്ന ശദ്ദ സുഹബ ലാ യഅദിലു ഷൈഉൻ. സുഹബത്തിനോട് തുല്യപ്പെടുത്താൻ ഒന്നുമില്ല. ഒരു വലിയ എത്ര ഉയരത്തിലെത്തിയാലും ശരി, എത്ര ഉയരത്തിലെത്തിയാലും ശരി, വിലായത്തിന്റെ ആലാദർത്തിയിലെത്തിയാലും സുഹബത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ കഴിയില്ല. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി വളരെ വ്യക്തമായി പറയുന്നു, അസ്സവാബു അന്ന മൻ ബഅദഹും വഇൻ കമുല മാ കമുല. സഹാബത്തിന് ശേഷമുള്ളവർ അവര് കമാലിയത്തിന്റെ ഏതറ്റം വരെ എത്തിയാലും ശരി, ലാ യസിലു ഇലാ ആയത്തിഹിം, അവർ സഹാബത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ കഴിയില്ല. ഇതാണ് വിശ്വാസം, ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ഇപ്പൊ ഏതെങ്കിലും ഒരു സഹാബിയേക്കാൾ ഏതെങ്കിലും ഒരു വലിയ ഉയർന്ന സ്ഥാനം നൽകുകയാണെങ്കിൽ അവൻ പിഴച്ച ആദർശക്കാരനാണ്. അവൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിയവനാണ്. സഹാബത്തുൽ കിറാമിന് ആരെങ്കിലും കുറ്റം പറയുന്നതായിട്ടോ അവരുടെ സ്ഥാനം കുറച്ച് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ മുസ്ലിമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവൻ മുസ്ലിമാണെങ്കിൽ അത് ചെയ്യില്ല എന്ന് മഹത്തുക്കൾ പറയുന്നത്